ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം കേട്ടോ. ഫിഷ് മോളി ദശയുള്ള ഏത് മീനും എടുക്കാം. അത് ഇനിഷ്യലി നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് കൂടെ നമുക്ക് കറിവേപ്പില ഇതേപോലെ കറി ലീസ് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ടിടാം. അതൊരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. ബാക്കി പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാനിൽ ഓയിൽ ചൂടാക്കുക. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്. എന്നിട്ട് നമ്മൾ ചൂടായി വരുമ്പോഴേക്കും ഫിഷിനെ നമുക്ക് എടുത്തിട്ട് പതുക്കെ ഓരോന്നോരോന്നായിട്ട് പ്ലേസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഡീപ്പ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു ക്രസ്റ്റ് ഒന്ന് ഫോം ചെയ്താൽ മാത്രം മതി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അതേ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് മസ്റ്റർഡ് ചെയ്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയൊരു പട്ടയുടെ പീസ് ഇടുക. പിന്നെ ജിഞ്ചർ ഗാർലിക്, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത് വെച്ചത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതേ ഓയിലിൽ. ഓക്കെ, സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കൂടെ സ്ലൈസ് ചെയ്ത് വെച്ചും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്നും നമുക്ക് അങ്ങനെ നല്ല ഒരു ബ്രൗൺ കളർ ആക്കേണ്ട കാര്യമില്ല. ഇനിഷ്യലി ജിഞ്ചർ ഗാർലിക് കുറച്ചൊന്ന് കുക്കായി വന്നതിന് ശേഷം ഒണിയൻ ഇടാം. ഒണിയൻ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് വന്നതിന് ശേഷം ആ സ്റ്റീമിലൊന്ന് വേകുന്ന രീതിയിൽ ഒന്ന് മൂടി വയ്ക്കുക. അന്ന് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് സ്പൈസസ് ആയ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡറും പിന്നെ മഞ്ഞപ്പൊടി മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. മെയിനായിട്ടും സ്പൈസസ് ആയിട്ട് അത് രണ്ടും മാത്രമേ ഉള്ളൂ. മല്ലിപ്പൊടി കുറച്ചൊന്ന് കുക്കാവാൻ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പാൻ റോസ്റ്റ് ചെയ്യും. ഈ സ്റ്റേജിൽ നമ്മൾ രണ്ടാം പാല് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു ബേസ് ഗ്രേവി ആക്കാൻ വേണ്ടി ആഡ് ചെയ്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബോയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യും. ഫിഷിനെ പതുക്കെ മാക്സിമം പൊടിയാതെ ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യുക. ഈ ഗ്രേവിക്കകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യണം. എരിവിന് നമ്മൾ ജിഞ്ചറും ഗ്രീൻ ചില്ലിയും കുരുമുളക് പൊടി മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഒന്ന് ബോയിലായി വന്നതിന് ശേഷം നമ്മൾ ടൊമാറ്റോസ് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഗരം മസാലയാണ്. നല്ല ഗരം മസാല ഈ സമയത്ത് ആഡ് ചെയ്യുക. ഗരം മസാല ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്നാം പാല് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ കറി കൊടുക്കുക. അതിന്റെ മുറിച്ചിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് അതിന്റെ ഫ്ലേവർ. പച്ച വെളിച്ചെണ്ണ എന്നിട്ട് എടുക്കുന്നതിന് മുന്നേ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇളക്കേണ്ട കാര്യമില്ല. നമ്മൾ പാൻ ഒന്നിങ്ങനെ ഇളക്കണ്ട, എന്നിങ്ങനെ റെഡി ഇളക്കി